ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി കല്ലുമ്മക്കായ റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ കല്ലുമ്മക്കായൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുമ്പോൾ തന്നെ എൻ്റെ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കല്ലുമ്മക്കായ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ കല്ലുമ്മക്കായ നല്ലതുപോലെ തന്നെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഷെല്ലൊക്കെ ഒന്ന് ഓപ്പണായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ചൂടാക്കിയിട്ടെടുക്കാം. ഇതിന് ഇതുപോലെ ഒരു പാത്രത്തിലേക്കിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റോളം കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോഴേക്കും ഇതൊക്കെ നല്ലതുപോലെ തന്നെ ഓപ്പണായിട്ടുണ്ടാവും. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് അടത്തിയിട്ട് നല്ലതുപോലെ വൃത്തിയാക്കിയിട്ടെടുക്കണം. ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ കഴുകിയെടുത്ത് നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്തിട്ട് ടൈം ഉണ്ടെങ്കിൽ ഒരു 30 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുത്താലും പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു 30 മിനിറ്റ് ഇതുപോലെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് നല്ലതുപോലെ തന്നെ മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഫ്രൈ ചെയ്ത കല്ലുമ്മക്കായ എണ്ണയിൽ നിന്ന് കോരി നമുക്ക് മാറ്റി വെക്കാം. ഇതിനടുത്ത് നമുക്ക് സവാളന്ന് വഴറ്റിയെടുക്കണം. നിങ്ങൾ ഫ്രൈ ചെയ്ത അതേ പാനിലിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ വേറൊരു പാനിലേക്ക് ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് ഒരു 3 സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 5-6 ചെറിയ ഉള്ളിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇതിപ്പോൾ ഇവിടെ ഉള്ളിയൊക്കെ നല്ലതുപോലെ തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 പച്ചമുളക് കട്ടാക്കിയതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇഞ്ചിയുടെ പച്ചമുളകിൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 2 തക്കാളി ചെറുതായി കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. തക്കാളിയൊക്കെ നല്ലതുപോലെ വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ വരെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കല്ലുമ്മക്കായ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇത്രയും ഡ്രൈ ആയിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ലാസ്റ്റായിട്ട് ഇതുപോലെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റോടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇതിപ്പോൾ ഇവിടെ അടിപൊളി ടേസ്റ്റുള്ള കല്ലുമ്മക്കായ റോസ്റ്റഡ് തയ്യാറായിട്ടുണ്ട്. ഇത് നല്ല ചൂട് ചപ്പാത്തിയുടെയൊക്കെയോ പത്തിരിൻ്റെയൊക്കെയോ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കല്ലുമ്മക്കായ റോസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ പറയണേ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.